നമസ്കാരം. വളരെ എളുപ്പം റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ടെൻസ് ഒന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് കൂടി വളരെ എളുപ്പത്തിൽ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കാൻ നമ്മൾ നോക്കുകയാണ്. ഏവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിപ്പോർട്ടഡ് സ്പീച്ചിലുള്ള ചില മാറ്റങ്ങൾ പഠിക്കുക എന്നതാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കുന്നത്, അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. വളരെ എളുപ്പമാണ്, ജസ്റ്റ് ശ്രദ്ധിക്കുക. നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുന്നത്. നൗ ദെൻ ആയി മാറും. നൗ ദെൻ ആയി മാറും. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നൗ ദെൻ ആയി മാറും. ശ്രദ്ധിക്കുക, നൗ ദെൻ ആയി മാറും. ദിസ് ദാറ്റ് ആയി മാറും. അപ്പം നൗ എന്തായി മാറും? ദെൻ ആയി മാറും. ദിസ് ദാറ്റ് ആയി മാറും. ടുഡേ ദാറ്റ് ഡേ ആയി മാറും. അപ്പം നൗ ദെൻ ആയി മാറും. ദിസ് ദാറ്റ് ആയി മാറും. ടുഡേ ദാറ്റ് ഡേ ആയി മാറും. ടുമാറോ ദ നെക്സ്റ്റ് ഡേ ആയി മാറും. അപ്പം നൗ എന്തായി മാറും? ദെൻ, ദിസ്, ദാറ്റ്, ടുഡേ, ദാറ്റ് ഡേ, ടുമാറോ ദ നെക്സ്റ്റ് ഡേ. യെസ്റ്റർഡേ എന്തായി മാറും? ദ പ്രീവിയസ് ഡേ. അപ്പം നൗ ദെൻ ആയി മാറും. ദിസ് ദാറ്റ് ആയി മാറും. ടുഡേ ദാറ്റ് ഡേ ആയി മാറും. ടുമാറോ ദ നെക്സ്റ്റ് ഡേ ആയി മാറും. യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ ആയി മാറും. ആം ഈസ് ആർ. ആം ഈസ് ആർ എന്തായി മാറും? വാസ് വയർ ആയി മാറും. ആം ഈസ് ആർ, വാസ് വയർ. അപ്പം നൗ, then, this, that, today, that day, tomorrow, the next day, yesterday, the previous day, is, are എന്തായി മാറും? was, were. has, have എന്തായി മാറും? had. has, have എന്തായി മാറും? had. shall, should വളരെ എളുപ്പമാണ്. shall, should, can, could, may, might. ഇപ്പൊ shall, should, can, could, may, might, must. ചിലപ്പോൾ must ആയിട്ട് മാറും, ചിലപ്പോൾ had to ആയിട്ട് മാറും. do does വരികയാണെങ്കിൽ did ആയി മാറും. സെഡ് ഇറ്റ് വരികയാണെങ്കിൽ ടോൾഡ് ആയി മാറും. ഹാർഡായിട്ട് തന്നെ നിൽക്കും. ഹാർഡായിട്ട് തന്നെ നിൽക്കും. ശ്രദ്ധിക്കുക, ആമീസ് ആർ വാസ് വെയർ ആയി മാറുമെങ്കിൽ വാസ് വെയർ വന്നാൽ ഹാഡ് ബീൻ ആയി മാറും. അപ്പം വാസ് വെയർ വന്നാൽ ഹാഡ് ബീൻ. പക്ഷെ ആമീസ് ആർ ക്വസ്റ്റിനകത്ത് വരികയാണെങ്കിൽ ഉത്തരത്തിൽ വാസ് വെയർ ആവും. വാസ് വെയർ വന്നാൽ എന്തായി മാറും? ഹാഡ് ബീൻ ആയി മാറും. എന്നോട് പറയാം, നൗ ദെൻ ആയി മാറും. ദിസ് ദാറ്റ് ആയി മാറും. ടുഡേ ദാറ്റ് ഡേ ആയി മാറും. ടുമാറോ ദ നെക്സ്റ്റ് ഡേ ആയി മാറും. പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. യെസ്റ്റർഡേ എന്തായി മാറും? ദ പ്രീവിയസ് ഡേ ആയി മാറും. യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ ആയി മാറും. ആം ഈസ് ആർ എന്തായി മാറും? വാസ് വെയർ ആയി മാറും. ഹാസ്, ഹാവ് ഹാർഡായി മാറും. ഷാള് ഷുഡായി മാറും. ക്യാൻ കുഡായി മാറും. മേ മൈറ്റായി മാറും. മസ്റ്റ് ആയി മാറും. ചിലപ്പോൾ ഹാഡ് ടു ആയി മാറും. ഡൂഡസ് ഡിഡ് ആയി മാറും. സെഡ് ടു ടോൾഡ് ആയി മാറും. ഹാർഡായിട്ട് തന്നെ നിൽക്കും. വാസ് വെയർ വന്നാൽ ഹാഡ് ബീൻ. ഓക്കെ ആണല്ലോ. നൗ ദെൻ ദിസ് ദാറ്റ് ടുഡേ ദാറ്റ് ഡേ ടുമാറോ ദ നെക്സ്റ്റ് ഡേ യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ ആം ഈസ് ആർ വാസ് വെയർ വന്നാൽ ഹാഡ് ബീൻ. ഹാസ്, ഹാവ്, ഹാഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ആയിട്ട് നിൽക്കും. ഹാഡ് ടു ആയിട്ട് നിൽക്കും. ഡൂഡസ് വന്നാൽ ഡിഡ് ആയി മാറും. സെഡ് ടു വന്നാൽ ടോൾഡ് ആയി മാറും. വാസ് വെയർ വന്നാൽ ഹാഡ് ബീൻ ആയി മാറും. ഹാഡ് വന്നാൽ ഹാർഡായിട്ട് തന്നെ നിൽക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഫോർമുലയാണ്. ടെൻസ് അറിയാത്തവർക്ക് വേണ്ടിയും ഇത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഫോർമുലയാണ്. ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് പ്ലസ് V1 വന്നാൽ, ഇനി എന്താണ് V1 എന്നും V2 എന്നും V3 എന്നും V4 എന്നും V5 എന്നും നമ്മൾ പറയും. ഇപ്പൊ ഇത് മാത്രം ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് പ്ലസ് V1 വന്നാൽ സബ്ജക്റ്റ് പ്ലസ് V2 ആയി മാറും. സബ്ജക്റ്റ് പ്ലസ് V1 എന്തായി മാറും? സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് V1, സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് V5, സബ്ജക്റ്റ് പ്ലസ് V2. സബ്ജക്റ്റ് പ്ലസ് V1 വന്നാൽ സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് V5 വന്നാൽ സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് V2 വന്നാൽ, ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് പ്ലസ് V2 വന്നാൽ V1ഉം V5ഉം വന്നാൽ V2 ആയി മാറും. ഇനി V2 വന്നാൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആയി മാറും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് പ്ലസ് V1, സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് V5, സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ദസ് സോയായി മാറും. ഹിയർ ആഫ്റ്റർ ദെയർ ആഫ്റ്റർ ആയി മാറും. ഒന്നുകൂടെ നമ്മൾ പറയുകയാണ്, നൗ ദെൻ ദിസ് ദാറ്റ് ആയി മാറും. ടുഡേ ദാറ്റ് ഡേ ആയി മാറും. ടുമാറോ ദ നെക്സ്റ്റ് ഡേ ആയി മാറും. യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ ആയി മാറും. ആം ഈസ് ആർ വാസ് വെയർ ആയി മാറും. ഹാസ്, ഹാവ്, ഹാഡ് ആയി മാറും. ഷാൾ, ഷുഡ്,
ക്യാൻ, കുഡ്, മേ, മൈറ്റായി മാറും. മസ്റ്റ് ആയിട്ട് നിൽക്കും, ചിലപ്പോൾ ഹാഡ് ടു ആയി മാറും. ഡു ഡസ് ഡിഡ് ആയി നിൽക്കും. സെഡ് ടു ടോൾഡ് ആയി നിൽക്കും. ഹാർഡായിട്ട് തന്നെ നിൽക്കും. വാസ് വെയർ ഹാഡ് ബീൻ ആയി മാറും. സബ്ജക്ട് പ്ലസ് V1, സബ്ജക്ട് പ്ലസ് V2, സബ്ജക്ട് പ്ലസ് V5, സബ്ജക്ട് പ്ലസ് V2, സബ്ജക്ട് പ്ലസ് V2, സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇനി V1, V2, V3 എന്താണെന്ന് പിന്നീട് പറയും. വെർബിന്റെ ഒന്നാമത്തെ ഫോം, വെർബിന്റെ രണ്ടാമത്തെ ഫോം, വെർബിന്റെ മൂന്നാമത്തെ ഫോം, വെർബിന്റെ നാലാമത്തെ ഫോം, വെർബിന്റെ അഞ്ചാമത്തെ ഫോം, അത് പ്രത്യേകിച്ച് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇത് മാത്രം പഠിച്ചു വയ്ക്കുക. ദസ്, സോയായി മാറും. ഹിയർ ആഫ്റ്റർ, ദെയർ ആഫ്റ്റർ ആയി മാറും. ഓക്കെ, ഇത്രയും പറ്റുമെങ്കിലും ഒന്ന് എഴുതിയെടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇനി റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, നമുക്ക് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് കിടക്കാം. എന്താണ് ചുരുക്കി പറഞ്ഞാൽ റിപ്പോർട്ടർ സ്പീച്ച്? റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്ന കാര്യം കേട്ടിട്ട് രണ്ടാമതൊരാൾ മൂന്നാമതൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് റിപ്പോർട്ടർ സ്പീച്ച്. അല്ലെങ്കിൽ രണ്ടുപേർ പറഞ്ഞ കാര്യം കേട്ടിട്ട് മൂന്നാമതൊരാൾ നാലാമതൊരാൾക്കടുത്ത് പറയുന്നതും റിപ്പോർട്ടർ സ്പീച്ചാണ്. മറ്റൊരു സാധ്യതയുണ്ട്, ഒരാൾ പറഞ്ഞ കാര്യം കേട്ടിട്ട് അയാളോട് തന്നെ പറയുന്നതും റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ഓക്കെ, എന്നാൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം പഠിച്ച മാറ്റങ്ങൾ, ഇനി നമ്മൾ പഠിക്കുന്നത് ആദ്യ മോഡലാണ്. എന്താണ് ആദ്യ മോഡലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ സെന്റൻസിനകത്ത് ഓക്സിലറി വെർബും വന്നാൽ, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സെന്റൻസിനകത്ത് ഓക്സിലറി വെർബും വന്നാൽ ഓക്സിലറി വെർബിന് മാത്രം മാറ്റം വരുത്തണം, വെർബിന് യാതൊരു മാറ്റവും വരുത്തണ്ട. ഓക്കെ, അന്നേരം ആദ്യ മോഡൽ നമ്മൾ പഠിക്കുന്നതാണ്. സെന്റൻസിനകത്ത് ഓക്സിലറി വെർബും ഉണ്ട്, വെർബും ഉണ്ട്. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ് തുടങ്ങിയതാണ് ഓക്സിലറി വെർബുകൾ. ഇനി വെർബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഈറ്റ്, ഡ്രിങ്ക്, ഡ്രൈവ്, പ്ലേ, ജമ്പ് തുടങ്ങിയതാണ് വെർബുകൾ. ഓക്കെ, നമുക്ക് ആദ്യത്തെ മോഡൽ ഒന്ന് പഠിക്കാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. രതീഷ് സെഡ്, ഐ ആം ഡ്രൈവിംഗ് എ കാർ. രതീഷ് പറഞ്ഞൊരു കാര്യമാണ്, ഐ ആം ഡ്രൈവിംഗ് എ കാർ. ഇത് കേട്ടിട്ട് നമ്മൾ മറ്റൊരാളോട് പറയുകയാണ്. രതീഷ് പറഞ്ഞു അവൻ ഒരു വണ്ടി ഓടിക്കുകയാണ്. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമ്മൾ ആദ്യം എഴുതേണ്ടത്, ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞ സെഡ് ആണ്. സെഡ്, ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉത്തരം നമ്മൾ സെഡ് എന്നുള്ളത് സെഡ് ദാറ്റ് എന്നാക്കി മാറ്റണം. ഇപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെഡ് എന്നുള്ളത് നമ്മൾ സെഡ് ദാറ്റ്, പറഞ്ഞു, രതീഷ് സെഡ് ദാറ്റ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഒരാളെ ഉള്ളൂ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ സെഡ് ദാറ്റ് എന്ന റിപ്പോർട്ടിംഗ് വെർബാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉപയോഗിക്കുന്നത്. ഇൻവെർട്ടഡ് കോമകളെല്ലാം മാറ്റണം. നമുക്ക് ആദ്യം രതീഷ് സെഡ് ദാറ്റ് എഴുതി, ഇൻവെർട്ടഡ് കോമ മാറ്റി. ഇനി നമ്മൾ എഴുതേണ്ടത് ഐ ആം ഡ്രൈവിംഗ് എ കാർ. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സെന്റൻസ്. ഇതിനകത്ത് ഓക്സിലറി വെർബ് ഏതാണ്? നമുക്കറിയാം, ആം ആണ് ഇതിനകത്ത് ഓക്സിലറി വെർബ്. ഡ്രൈവിംഗ് എന്നുള്ളത് ഇതിനകത്ത് വെർബാണ്. അന്നേരം മാറ്റം വരുത്തേണ്ടത് ആമിന് മാത്രമാണ്, ഡ്രൈവിങ്ങിന് മാറ്റം വരുത്തരുത്. വേറെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരുത്താം. ഓക്കെ, നമുക്ക് നോക്കാം. രതീഷ് സെഡ് ദാറ്റ്, രതീഷ് പറഞ്ഞു. ഐയുടെ സ്ഥലത്ത് ആരാണ്? അപ്പോൾ രതീഷ് പറഞ്ഞു, രതീഷ് പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ് നിങ്ങളോട്. രതീഷ് പറഞ്ഞു, ഐ തന്നെ എഴുതിയുള്ള പ്രത്യേകത, രതീഷ് പറഞ്ഞു ഞാൻ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ശരിയാണോ? യഥാർത്ഥത്തിൽ ഞാനല്ല വണ്ടി ഓടിക്കുന്ന, ആരാണ്? രതീഷാണ്. അപ്പോൾ നമ്മൾ എന്താ മാറ്റേണ്ടത്? രതീഷ് സെഡ് ദാറ്റ്, അവൻ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ ഐയുടെ സ്ഥലത്ത് നമ്മൾ എഴുതേണ്ട ഏത് പ്രോനൗൺ ആണ് നമ്മൾ എഴുതേണ്ടത്? ഹി. ആണാണെങ്കിൽ ഹി, പെണ്ണാണെങ്കിൽ ഷി. ഓക്കെ, ഇവിടെ രതീഷ് ആണാണ്, അതുകൊണ്ട് എന്താണ്? ഹി. ഇനി ആം എന്തൊക്കെയായി മാറും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആം, ഈസ്, ആർ എന്തൊക്കെയായി മാറും? നേരത്തെ പഠിച്ചതാണ്. ഏതാ? വാസ് അല്ലെങ്കിൽ വെയർ. ഇവിടെ ഹീയുടെ കൂടെ ചേരുന്നത് വാസ് ആണോ വെയർ ആണോ? നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, സിംഗുലർ. ഹീയുടെ കൂടെ ചേരുന്ന വാസ് ആണ്, ഹി വാസ്. ഹി വെയർ എന്ന് നമ്മൾ പറയാറില്ല. അതുകൊണ്ട് തന്നെ ആം, ഈസ്, ആർ എന്തൊക്കെയായി മാറും? ആമും ഈസും ആറും വന്നാൽ വാസും വെയറുമായി മാറും. അപ്പൊ ഹീയുടെ ചേർന്നതാണ്, വാസാണ്. വെർബിന് ഒരു മാറ്റവുമില്ല. ഡ്രൈവിംഗ് നമ്മൾ അതേപോലെ എഴുതുന്നു.
വാക്കിയെടുത്ത് എഴുതുന്നു. ഉത്തരം എന്താണ്? രതീഷ് സെഡ് ദാറ്റ് ഹി വാസ് ഡ്രൈവിംഗ് എ കാർ. ഇത്രയേ ഉള്ളൂ റിപ്പോർട്ടഡ് സ്പീച്ച്. ആദ്യ മോഡലിന്റെ പ്രത്യേകത ഓക്സിലറി വെർബും വന്നാൽ ഓക്സിലറി വെർബിന് മാത്രം മാറ്റം വരുത്തുക, വെർബിന് മാറ്റം വരുത്തണ്ട. ഒരു ഉത്തരം എങ്ങനെയാണ്? രതീഷ് പറഞ്ഞു. രതീഷ് സെഡ് ദാറ്റ് ഹി വാസ് ഡ്രൈവിംഗ് എ കാർ. ഓക്കെ, ലെറ്റ് us go to second example. രമ്യ സെഡ്, രമ്യ പറഞ്ഞു, ഓക്കെ, ഐ ക്യാൻ പ്ലേ ദ ചെസ് ടുമാറോ. എനിക്ക് നാളെ ചെസ് കളിക്കാൻ പറ്റി. നമ്മൾ കേട്ടിട്ട് മറ്റൊരാൾക്ക് എടുത്ത് പറയുകയാണ്. രമ്യ പറഞ്ഞു. പറഞ്ഞുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, സെഡ് എന്നല്ല എഴുതേണ്ടത്, സെഡ് ദാറ്റ് പറഞ്ഞു. രമ്യ സെഡ് ദാറ്റ്. രമ്യ എന്നുള്ളത് പെണ്ണായതുകൊണ്ട് നമുക്ക് ഐയുടെ സ്ഥലത്ത് ഷീ കൊടുക്കും. അടുത്ത് നോക്കണേ, ക്യാൻ എന്തായി മാറും? കുഡ് ആയി മാറും. നമ്മൾ പഠിച്ചു ക്യാൻ എന്ന ഓക്സിലറി വെർബ് എന്തായി മാറും? കുഡ് എന്ന് പറയും. വെർബിന് യാതൊരു മാറ്റവുമില്ല, പ്ലേ അതുപോലെ എടുത്തെഴുതുന്നു, പ്ലേ, ചെസ്. അപ്പം ഓക്സിലറി വെർബും വന്നാൽ ഓക്സിലറി വെർബിന് മാറ്റം വരുത്തുന്നു, വെർബിന് മാറ്റം വരുത്തുന്നില്ല. പിന്നീട് മാറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ വരുത്തണം. ഇവിടെ ഒരു മാറ്റമുണ്ട്, ടുമാറോ. നമ്മൾ പഠിച്ചു ടുമാറോ എന്തായി മാറും? ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, ഉത്തരം എന്താണ്? രമ്യ സെഡ് ദാറ്റ് ഷീ കുഡ് പ്ലേ ചെസ് ദ നെക്സ്റ്റ് ഡേ. ചോദ്യം ഇതാണ്, രമ്യ സെഡ് ഐ ക്യാൻ പ്ലേ ചെസ് ടുമാറോ. ഉത്തരം എന്താണ്? രമ്യ സെഡ് ദാറ്റ് ഷീ, ക്യാൻ എന്തായി മാറി? കുഡ്, വെർബിന് പ്ലേ യാതൊരു മാറ്റവുമില്ല, പ്ലേ എന്ന് പറയുന്ന വെർബ് അതേപോലെ എടുത്തെഴുതുന്നു. ചെസ് ടുമാറോ എന്തായി മാറും? ദ നെക്സ്റ്റ് ഡേ. അടുത്ത സെന്റൻസ് നമ്മൾ നോക്കാം. സൂര്യ സെഡ് ഇറ്റ് ടു റഹീം. സൂര്യ റഹീമിനോട് പറയുന്നു. നേരത്തെ നമ്മൾ ഒരാൾ പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്തതാണ് ഇത് രണ്ടും. ഇനി മറ്റൊരു കണ്ടീഷനാണ്, സൂര്യ റഹീമിനോട് പറയുന്നു. രണ്ടുപേർ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടിട്ട് മറ്റൊരാൾക്കെടുത്ത് പറയുകയാണ്. സൂര്യ റഹീമിനോട് പറയുന്നു. 6 ക്യാപിറ്റൽ വരണം, തെറ്റിപ്പോയതാണ്. റഹീമിന്റെ 6 ക്യാപിറ്റൽ ആയിരിക്കണം, അത് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണ്. സൂര്യ സെഡ് ടു റഹീം യു ആർ പ്ലേയിങ് ചെസ് നൗ. ഇതിനെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ സെഡ് എന്ന് വന്നപ്പോൾ സെഡ് ദാറ്റ് ആക്കി മാറ്റി. ഇവിടെ സെഡ് എന്നല്ല, സെഡ് ടു എന്ന് വന്നു. സെഡ് ടു വന്നാൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ടോൾഡ് ആക്കി മാറ്റണം. അല്ലെങ്കിൽ 2 പേർ പറഞ്ഞാൽ അതൊരു സാധാരണ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ ടോൾഡ് എന്ന് എഴുതണം. സാർ നമുക്ക് ഇങ്ങനെ എഴുതാം, സൂര്യ ടോൾഡ് റഹീം ദാറ്റ്. ദാറ്റ് പിന്നീട് എഴുതിയാൽ മതി. സെഡ് ദാറ്റ് എന്നുള്ള അത് മാറ്റിയിട്ട് ടോൾഡ് ദാറ്റ് എന്നാക്കണം. ആദ്യം അങ്ങനെ എഴുതുന്നത്, സൂര്യ ഒന്നാമത്തെ ആള്, ടോൾഡ് റഹീം ദാറ്റ്. ഇനിയാണ് ഈ യുവിന്റെ സ്ഥലത്ത് ആരാണ്? സൂര്യ റഹീമിനോട് പറയുമ്പോൾ അവിടെ യു ആരാണ്? സൂര്യ റഹീമിനോട് പറയുന്നത്. ഇപ്പോൾ റഹീമാണ് അവിടെ യു. നീ ചെസ് കളിക്കുകയാണ്, റഹീമാണ് ചെസ് കളിക്കുന്നത്. അപ്പോൾ യുവിന്റെ സ്ഥലത്ത് നമ്മൾ അവിടെ എന്തെഴുതും? റഹീമാണ്. റഹീം ആണായതുകൊണ്ട് നമ്മൾ ഹി എന്ന്. ഓക്കെ, അടുത്ത ഓക്സിലറി വെർബാണ് ആർ. ആർ എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് എന്തൊക്കെയായി മാറും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആമും ഈസും ആറും എന്തായി മാറും? വാസ് അല്ലെങ്കിൽ വെയർ. വാസ് അല്ലെങ്കിൽ വെയർ നമ്മൾ പഠിച്ചു. ആം, ഈസ്, ആർ എന്തൊക്കെയായി മാറും? വാസ് അല്ലെങ്കിൽ വെയർ. ഇവിടെ യോജിച്ചത് വാസ് ആണോ വെയർ? നമുക്കറിയാം ഹീയുടെ കൂടെ യോജിച്ചത്, ഏകവചനത്തിന്റെ കൂടെ യോജിച്ചത് വാസ് ആണ്. അപ്പൊ ദേ ഇവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് വെയർ ഉപയോഗിക്കാം. അപ്പോൾ ഉത്തരത്തോടെ ഹി വാസ്, വെർബിന് ഒരു മാറ്റവുമില്ല, പ്ലേയിങ് ചെസ്. പിന്നെ നമ്മൾ പഠിച്ചു നൗ, നേരത്തെ പഠിച്ചാണ്. നൗ എന്തായി മാറും? ദെൻ ആയി മാറും. അടുത്ത ഒരു എക്സാമ്പിൾ പരിചയപ്പെടാം. മോഹൻ സെഡ് ഐ ആം എ ബാച്ചിലർ. മോഹൻ സെഡ് ഐ ആം എ ബാച്ചിലർ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഓക്സിലറി വെർബ് ഉണ്ട്, വെർബില്ല. ആം എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് ഉണ്ട്, വെർബില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ, ഓക്സിലറി വെർബിന് മാത്രം മാറ്റം വരുത്തി എഴുതും. കാരണം വെർബില്ലെങ്കിൽ എഴുതാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം അങ്ങനെ എഴുതാം, മോഹൻ സെഡ് ദാറ്റ് ഹി. മോഹനാണ് പറയുന്നത്, അതുകൊണ്ട് ഐയുടെ സ്ഥലത്ത് ഹി. ആം എന്തൊക്കെയായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആം, ഈസ്, ആർ, വാസ് അല്ലെങ്കിൽ വെയർ ആയി മാറും. ഹി വാസ് എ ബാച്ചിലർ. ഹി വാസ് എ ബാച്ചിലർ. കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ബാച്ചിലർ എന്ന് പറയുന്നത്. അത് സ്ത്രീകളാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ, ഏജ്ഡ് സ്ത്രീകളാണെങ്കിൽ അതിനെ സ്പിൻസ്റ്റർ എന്ന് പറയും. സ്പിൻസ്റ്റർ. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ മോഡലിലേക്ക് കടക്കാം. അപ്പൊ ആദ്യത്തെ മോഡൽ നമ്മൾ പഠിച്ചത് ഓക്സിലറി വെർബും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് മാത്രം വന്നാൽ. ഓക്സിലറി വെർബും വരികയാണെങ്കിൽ ഓക്സിലറി വെർബിന് മാറ്റം വരുത്തും, വെർബിന് യാതൊരു മാറ്റവും വരുത്തില്ല.
രണ്ടാമത്തെ ഓക്സിലറി മാത്രം വരികയാണെങ്കിൽ ഓക്സിലറി വെർബിന് മാറ്റം വരുത്തി എഴുതുക, വെർബിന് യാതൊരു മാറ്റം വരുത്തില്ല. എന്നാൽ അടുത്ത മോഡലിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ മോഡൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നോക്കിക്കോ. സൗമ്യ സെഡ് ഐ റോട്ട് എ നോവൽ യെസ്റ്റർഡേ. ഈ സെന്റൻസിനകത്ത് നമുക്ക് ഒരു ഓക്സിലറി വെർബും കാണാനില്ല. ആമില്ല, ഈസില്ല, ആറില്ല, വാസില്ല, വേറില്ല, ഹാസില്ല, ഹാവില്ല, ഷാളില്ല. പക്ഷെ നമുക്ക് കാണാൻ പറ്റും സബ്ജക്റ്റിന് ശേഷം വെർബ് വന്നിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള സെന്റൻസിനെയാണ് നമ്മൾ അടുത്തത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബും വന്ന വെർബിൽ നോക്കേണ്ട ഓക്സിലറി വെർബിന് മാറ്റം വരുത്തി എഴുതുക. ഇവിടെ ഓക്സിലറി വെർബില്ല, വെർബ് മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റിന് ശേഷം വെർബ് മാത്രം വന്നാൽ എങ്ങനെ നമ്മൾ മാറ്റും? അതിനു മുമ്പ് നമ്മൾ പഠിക്കേണ്ടത് ഈ വെർബിന് 5 ഫോമുകൾ നമ്മൾ പഠിക്കുക. വെർബ് എന്ന് വെച്ചാൽ നമുക്കറിയാം ക്രിയ എന്ന് വെച്ചാൽ പ്രവൃത്തി. ഈ പ്രവൃത്തിക്ക് 5 ഫോമുകളായിട്ട് നമ്മൾ തിരിക്കുകയാണ്. ഉദാഹരണത്തിന് റൈറ്റ് എന്ന് പറയുന്ന എഴുതുക. അതിന്റെ രണ്ടാമത്തെ ഫോം റോട്ട്, മൂന്നാമത്തെ ഫോം റിട്ടൺ, നാലാമത്തെ ഫോം റൈറ്റിംഗ്, അഞ്ചാമത്തെ ഫോം റൈറ്റ്സ്. ഇത് നമ്മൾ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. 4ഉം 5ഉം ഉണ്ടാക്കുന്ന ഇച്ചിരി എളുപ്പമാണ്. കാരണം ING ചേർത്താൽ 4 ഉണ്ടാക്കാം, എസ് ചേർത്താൽ അല്ലെങ്കിൽ ES ചേർത്താൽ അഞ്ചാമത്തെ ഉണ്ടാക്കാം. ING എല്ലാം ING ഉണ്ടെങ്കിൽ എസ് അല്ലെങ്കിൽ എസ്. ഒന്നാമത്തിൻ്റെ കൂടെ ING ചേർത്താൽ നാലാമത്തത്. പക്ഷെ ഇത് 3 നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. എന്നിട്ട് നോക്കാം. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്, റൈറ്റ്സ്. പ്ലേ ആണെങ്കിൽ പ്ലേ, പ്ലേഡ്, പ്ലേയിങ്, പ്ലേസ്. പ്ലേ, പ്ലേഡ്, പ്ലേയിങ്, പ്ലേസ്. കം ആണെങ്കിൽ കം, കെയിം, കം, കമ്മിങ്, കംസ്. ഡ്രൈവ് ആണെങ്കിൽ ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ, ഡ്രൈവിംഗ്, ഡ്രൈവ്സ്. ഇത് പഠിക്കണമെങ്കിൽ നമ്മുടെ ഡിക്ഷണറിയുടെ ഒക്കെ പുറകെ നോക്കിയാൽ ഇതിന്റെ 3 ഫോം കാണും. നാലാമത്തെ ING ചേർക്കുക, അഞ്ചാമത്തെ S ചേർക്കുക. അവിടെ 3 ഫോം നമുക്ക് കാണാൻ പറ്റും. കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. എല്ലാം കൂടെ പഠിക്കാൻ പറ്റത്തില്ല, കുറച്ച് വാക്കുകൾ. ഇവിടെ കുറച്ച് വാക്കുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് റൈറ്റ് V1, റോട്ട് V2, റിട്ടൺ V3, റൈറ്റിംഗ് V4, റൈറ്റ്സ് V5. പ്ലേ V1, പ്ലേഡ് V2, പ്ലേഡ് V3, പ്ലേയിങ് V4. V4 എന്ന് വെച്ചാൽ വെർബിന്റെ 4ാമത്തെ ഫോം, പ്ലേസ് വെർബിന്റെ 5ാമത്തെ ഫോം. ഇവിടെ കം വെർബിന്റെ 1ാമത്തെ ഫോം, കെയിം V2 ആണ്. കം വീണ്ടും V3, കമ്മിങ് V4, കംസ് V5. ഡ്രൈവ് V1, ഡ്രോവ് V2, ഡ്രിവൺ V3, ഡ്രൈവിംഗ് V4, ഡ്രൈവ്സ് V5. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സെന്റൻസിൽ വന്നിരിക്കുന്നത്, ഈ സെന്റൻസിൽ വന്നിരിക്കുന്നത് റോട്ട്. റോട്ട് എന്ന് വെച്ചാൽ ഏതാണ്? V2 ഫോമാണ്. ഈ V2 ഫോമാണ് റോട്ട്. ഈ V2 ഫോമാണ് റോട്ട്. അതാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സബ്ജക്റ്റിന് ശേഷം V2 ഫോം വന്നാൽ നമ്മളൊരു ഫോർമുലയായിട്ട് പഠിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് V2. ഉത്തരം എന്തായിരിക്കണം? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. നമ്മുടെ ഉത്തരം എന്തെഴുതണം? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഉത്തരം വരും. കാരണം റോട്ട് എന്ന് പറഞ്ഞാൽ V2 ആണ്. V2 വന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ അനുസരിച്ച് സബ്ജക്റ്റ് പ്ലസ് V2 വന്നാൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഉത്തരം അത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് എഴുതുക, ഹാഡ് എഴുതുക, V3 എഴുതുക. അപ്പൊ നമുക്ക് എഴുതാം സൗമ്യ സെഡ് ദാറ്റ്. സൗമ്യ പറഞ്ഞു സെഡ് ദാറ്റ്. സൗമ്യ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സെഡ് ദാറ്റ് എന്ന് എഴുതി. സബ്ജക്റ്റ് I എന്നുള്ള സ്ഥലത്ത് നമുക്കറിയാം സൗമ്യയാണ് പറഞ്ഞത്, അതുകൊണ്ട് Iക്ക് ഷീ എന്ന് എഴുതുന്നു. ഇനി സബ്ജക്റ്റ് എഴുതുക, ഹാഡ് എഴുതുക. എന്തുകൊണ്ട് ഹാഡ് എഴുതിയത്? റോട്ട് എന്നുള്ളത് V2 ഫോം ആയതുകൊണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. വെർബിന്റെ 3ാമത്തെ ഫോം ആയിരിക്കണം ഉത്തരത്തിൽ എഴുതേണ്ടത്. സബ്ജക്റ്റ് എഴുതുക, ഹാഡ് എഴുതുക, V3 എഴുതുക. അപ്പൊ സബ്ജക്റ്റ് അവിടെ ആരാണ്? ഷീ. പിന്നെന്തോ എഴുതി? ഹാഡ്, V3 ഫോം. ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. വെർബിന്റെ ഫോമുകൾ പഠിച്ചേ പറ്റത്തുള്ളൂ. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഷീ ഹാഡ് റിട്ടൺ. ബാക്കി എന്താണ്? എ നോവൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് യെസ്റ്റർഡേ എന്തായി മാറും? ദ പ്രീവിയസ് ഡേ. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ പഠിച്ച ഇക്വേഷൻ മനസ്സിൽ വരിക. സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. സബ്ജക്റ്റിന് ശേഷം V1 വന്നാൽ സബ്ജക്റ്റ് പ്ലസ് V2 ആക്കി മാറ്റണം. സബ്ജക്റ്റിന് ശേഷം V5 വന്നാൽ, ഇത് വന്നാലും ഉത്തരം എന്താക്കി മാറ്റണം? V2 ആക്കി മാറ്റണം. V1ഓ V5ഓ വന്നാൽ ഉത്തരം V2 ആക്കി മാറ്റണം. ഇനി V2 വന്നാൽ ഉത്തരം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആക്കണം. ഈ ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റൂ.
അപ്പൊ സബ്ജക്റ്റ് പ്ലസ് V1 വന്നാൽ ഉത്തരം സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് V5 വന്നാൽ ഉത്തരം സബ്ജക്റ്റ് പ്ലസ് V2. എന്നുവെച്ചാൽ V1 V5 എന്നുവെച്ചാൽ ഒന്നാമത്തത് അല്ലെങ്കിൽ അഞ്ചാമത്തത്. ഉത്തരം എന്തായിരിക്കും? V2. ഇനി വരുന്നത് രണ്ടാമത്തതാണ്. രണ്ടാമത്തത് ക്വസ്റ്റിനകത്ത് വന്നാൽ ഉത്തരം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോമാണ് അത് റിട്ടൺ. അന്നേരം ഈ ഫോം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സബ്ജക്റ്റ് പ്ലസ് V1, സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് V5, സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഉത്തരം എന്താണ്? സൗമ്യ സെഡ് ഐ റോട്ട് എ നോവൽ യെസ്റ്റർഡേ. നമ്മൾ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ഓക്സിലറി വെർബ് ഇല്ലെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ പിന്നെ നോക്കേണ്ടത് വെർബ് എത്രാമത്തെ ഫോം ആണെന്നാണ്. റോട്ട് നമ്മൾ നോക്കിയപ്പോഴേ മനസ്സിലായി രണ്ടാമത്തെ ഫോമാണ്. രണ്ടാമത്തെ ഫോം ആണെങ്കിൽ ഓക്സിലറി വെർബ് രണ്ടാമത്തെ ഫോം ആണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? സബ്ജക്റ്റ് എഴുതുക, ഹാഡ് എഴുതുക, V3 എഴുതുക. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഷീ ആണ്. ഹാഡ് എഴുതി, V3 റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോം എന്താണ്? റൈറ്റ്, റോട്ട്, റിട്ടൺ. ഉത്തരം എന്താണ്? ഷീ ഹാഡ് റിട്ടൺ എ നോവൽ യെസ്റ്റർഡേ. എന്തായി മാറും? ദ പ്രീവിയസ് ഡേ. ഓക്കെ ആണല്ലോ. വേറെ വെർബിന്റെ 5 ഫോമുകൾ പഠിക്കുക ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. കുറച്ച് ഈസി ആയിട്ടുള്ള വെർബിന്റെ ഫോമുകൾ 5 പഠിക്കാൻ ശ്രമിക്കുക. ഡിക്ഷണറിയുടെ പുറകെ നോക്കിയാൽ ചെറിയ ചെറിയ വെർബുകൾ എഴുതി വെക്കുക. അതിന്റെ 4ാമത്തെ ഫോം IN ചേർക്കുക, 5ാമത്തെ ഫോം S ചേർക്കുക. ചേർത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇത് റൈറ്റിംഗ്, പ്ലേയിങ്, കമ്മിങ് 4ാമത്തെ ഫോം, റൈറ്റ്സ്, പ്ലേസ്, കംസ്, ഡ്രൈവ്സ് ഇതെല്ലാം 5ാമത്തെ ഫോം. 1ാമത്തെ ഫോം നമുക്കറിയാം റൈറ്റ്, പ്ലേ, കം. 2ാമത്തെ ഫോം റോട്ട്, പ്ലേഡ്, കെയിം, ഡ്രോ. ഓക്കെ,